അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വലൈക്കും സലാം وعليكم السلام വറഹ്മത്തുള്ളാഹി ورحمة الله വബറകാതുഹു. وبركاته. الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في دورة من دورات دروس الدورة الأولى من دورات دروس اللغة العربية لغير الناطقين بها. വീഡിയോ കാണുന്നുണ്ടോ? ഉണ്ട്. സംതിങ് റോങ് ഉണ്ട്. കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ നിർത്തിയത്? പേജ് 91. 91. അതെ, 91 തീർന്നു. 91 എന്താ പറയാ അറബിയില്? അറിഞ്ഞൂടാ. വാഹിദ് വതിസ്ഈൻ. വാഹിദ് വതിസ്ഈൻ. ഓക്കെ, ننتقل إلى الدرس السادس عشر. പാഠം 16. പാഠം 16. 16ാമത്തെ പാഠം പഠിക്കുമ്പോൾ ഇതിനകം നമ്മൾ ചെയ്ത എക്സസൈസ് ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എക്സസൈസ് ചെയ്യാത്തവർക്ക് നോ റിസൾട്ട്. പാഠം പഠിച്ചു വായിച്ചു നോക്കാത്തവർക്ക് റിസൾട്ട് ഇല്ല. അകപ്പാട് റിസൾട്ട് ഉണ്ടാകുന്നത് നമ്മൾ ഇങ്ങനെ എന്താ പറയാ തല നിറച്ച് ലോഡ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തരുന്ന പണികൾ കൃത്യമായിട്ട് ചെയ്താൽ പാഠം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ആകും. എല്ലാ ദിവസവും പാഠത്തിന്റെ കുറച്ചെങ്കിലും വായിച്ചു നോക്കണം. എല്ലാ ദിവസവും പാഠത്തിന്റെ കുറച്ചെങ്കിലും വായിച്ചു നോക്കണം. ഒരു ദിവസത്തിന്റെ വ്യത്യസ്ത സമയങ്ങളിൽ വായിച്ചു നോക്കാൻ പറ്റിയാൽ ദാറ്റ് ഈസ് ബെറ്റർ. നമസ്കാരം പോലെ നമസ്കാരം 5 സമയത്താണ് നമസ്കരിക്കുന്നത്, എല്ലാം കൂടെ ഒന്നിച്ചല്ല. അപ്പൊ എന്തായാലും ദിവസം 5 മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് എന്ത് ചെയ്യണം? പാഠം ആവർത്തിക്കണം. പാഠം മൊത്തം ആവർത്തിക്കണം. പക്ഷേ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാഴ്ചയിൽ കുത്തിയിരുന്ന് കംപ്ലീറ്റ് പഠിക്കാം. നേരത്തെ കഴിഞ്ഞ ആഴ്ചത്തെ പാഠം കംപ്ലീറ്റ് ആഴ്ച ഒരു ദിവസം ഇരുന്നിട്ട് കംപ്ലീറ്റ് പഠിക്കാം, പ്രശ്നമില്ല. പക്ഷെ നമ്മളെ മെമ്മറിയിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഡെയിലി കുറച്ച് സമയമെങ്കിലും ഇത് പഠിക്കണം. ദിവസം കുറച്ച് സമയമെങ്കിലും പഠിക്കണമെങ്കിൽ എന്താവുള്ളൂ? നമ്മുടെ എക്സ്റ്റേണൽ മെമ്മറിയിൽ നിലനിൽക്കുകയുള്ളൂ. അങ്ങനെ എക്സ്റ്റേണൽ മെമ്മറിയിൽ നിലനിന്നാണ് നമുക്ക് ഓർമ്മ നിലനിൽക്കുക. ശരി. قال المدرس لمن هذه الأقلام يا محمد. അക്കലാം ഖുർആൻ വായിച്ചിട്ടുണ്ടായിരുന്നു? അക്കലാം ആരെങ്കിലും ഖുർആൻ വായിച്ചിട്ടുണ്ടോ? وما كنت لديهم إذ يلقون أقلامهم. അക്കലാമും ബിൽ ബഹിരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് പിന്നെ ഷജറത്തെല്ലാം അക്കലാമാക്കുകയും ബഹറെല്ലാം മിതാദാക്കുകയും ചെയ്താൽ ഞാനായിട്ട് ഓർക്കുന്നില്ല, ഫരീദ് സാഹിബ് പറഞ്ഞത്. അപ്പം ആശയം അതാണ്. എന്തായാലും അക്കലാം എന്ന് ഫരീദ് സാഹിബ് പറഞ്ഞപ്പോഴത്തേക്ക് അത് എനിക്ക് ആശയമെങ്കിലും ഓർമ്മ വന്നു. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സംഭവം ഓർമ്മ വരും. അപ്പൊ ഇവിടെ എന്താണ് അക്കലാം? അക്കലാം എന്താ ശരിക്കും അർത്ഥം? പേനകൾ. അതിന്റെ ഏകവചനമാണ് കലമ്. കലമുൻ അക്കലാമൻ. ഞാൻ ഓതിയ ആയത്തില് അക്കലാം എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം നോക്കുന്ന അമ്പുകൾക്ക് അക്കലാം എന്നാണ് പറഞ്ഞത്. ഇത് യുൾക്കൂന അക്കലാമഹം, അവർ ഞരക്കിടുന്നതിന് ആ അമ്പിട്ടിട്ട് എന്ത് ചെയ്യും? ഞരക്കെടുക്കും. അതിനും എന്താണ് പ്രശ്നം നോക്കുന്ന അമ്പുകൾക്ക് അക്കലാം എന്താണ്? കലമ് അക്കലാം എന്നാണ് പറഞ്ഞത്. ഫരീദ് സാഹിബ് പറഞ്ഞ ആയത്തില് അവിടെ എന്താണ്? സമുദ്രം മുഴുവൻ മഷിയും
ലോകത്ത് സമുദ്രം മുഴുവൻ മഷിയും മരങ്ങൾ മുഴുവൻ ആക്കിയാലും അള്ളാന്റെ കെലിമത്തുകൾ എഴുതിത്തീരുകയില്ല എന്ന് പറഞ്ഞിട്ട് സത്യം. അവിടെ അക്കലാം എന്ന് വിളിച്ചിരുന്നു പേനകൾ. എന്തായിരുന്നാലും അതൊരു ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അന്ന് ഉപയോഗിച്ചിരുന്ന അതേ വാക്ക് തന്നെയാണ് ഇന്നും ഉള്ളത്. പക്ഷെ അന്ന് പേന അല്ല ഉള്ളത്, എഴുത്താണികളാണ്. കമ്പും കോലുവെച്ചൊക്കെ എഴുതുന്നത്. പിന്നെ ഇതാണ് അത് മറ്റേ ഇലയിലൊക്കെയാണല്ലോ എഴുതിയിരുന്നത്. അപ്പൊ എന്തായാലും അവിടെ ഈ മഷിയൊന്നുമല്ല. പിന്നീടാണ് ആ മഷിയൊക്കെ ആഗ്രഹിച്ചതും പേപ്പർ കണ്ടുപിടിച്ചതും ഒക്കെ ഉണ്ടായത്. എനിവേ, അപ്പോ ഇവിടത്തെ വിഷയം ലിമൻ ആർക്കുള്ളതാണ്? നേരത്തെ പഠിച്ചിട്ടുണ്ട്. ലിമൻ ആർക്കുള്ളതാണ്? ഹാദിഹിൽ അക്കലാം. ഹാദൽ അക്കലാമു എന്നല്ല പറഞ്ഞത്, പിന്നേതാ പറഞ്ഞത്? ഹാദിഹിൽ അക്കലാം. അപ്പൊ കലമുൻ എന്നത് ഹാദ കലമുൻ എന്നാണ് നമ്മൾ പറയുക. കലമുൻ എന്നത് ഹാദ കലമുൻ എന്നാണ് പറയുക. അത് അതിന്റെ ബഹുവചനം പറയുമ്പോൾ അക്കലാം വരുമ്പോൾ എന്താവും? ഹാദിഹിൽ അക്കലാം എന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പൊക്കെ അറബി പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഹുവ ഹും അൻത അൻതും അന നഹനു എന്നാണ് ആദ്യം പഠിപ്പിക്കുന്നത്. അപ്പൊ പെണ്ണുങ്ങളെ ചോദിച്ചു ഹിയ എന്താ പഠിപ്പിക്കാത്തത്? അപ്പൊ നമ്മൾ പറഞ്ഞു ഹിയ എന്ന ഉപയോഗം ഖുർആനിൽ കുറവാണ്. പിന്നെ 1-2 പാഠം കഴിഞ്ഞിട്ടാണ് ഹിയ പഠിപ്പിക്കുന്നത്. അപ്പോഴും എന്താണ് പറയുന്നത്? അധികവും പുല്ലിംഗങ്ങളാണ്. ഹുവ അവൻ, ഹും അവരെന്ന് പറയുമ്പോഴത്തേക്ക് അത് ആണുങ്ങളെ കുറിച്ചാണ്. അൻത നീ എന്ന് പറയുന്നത് ആണിനോടാണ്. അൻതും നിങ്ങൾ എന്ന് പറയുന്നത് ആണുങ്ങളെ കുറിച്ചാണ്. അപ്പം അതൊക്കെ പുരുഷന്മാരെ കുറിച്ചാണ്. 5 എണ്ണവും അല്ലെങ്കിൽ 4 എണ്ണം ഹുവ ഹും അൻത അൻതും 4 കഴിഞ്ഞിട്ട് അനയും നെഹ്നുവും ആണിനും പെണ്ണിനും ഒരേപോലെ തന്നെ പറയാം. പിന്നെ ഹിയ ഒരു വാക്കാണ് വിളിക്കുന്നത്. പെണ്ണുങ്ങൾക്ക് ഒരു പരാതിയാണ് നമ്മളെ കുറിച്ച് എന്താണ് പറയാത്തത്. അപ്പൊ അതിന് ഒരു സൊല്യൂഷനാണ് വേറെ ഒരുപാട് പദങ്ങൾ എന്താണ് സ്ത്രീലിംഗം കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. സ്ത്രീലിംഗം കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് മനുഷ്യന്മാര് അല്ലാത്തവയുടെ ബഹുവചനം. മനുഷ്യന്മാരല്ലാത്തവയുടെ ബഹുവചനം അത് എങ്ങനെയാണെങ്കിൽ, അതെ, മനുഷ്യന്മാരല്ലാത്തവയുടെ ബഹുവചനം തൽക്കാലം ഇപ്പോൾ അങ്ങനെ പറയാം. പിന്നീട് നമ്മൾ അതിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇപ്പൊ എന്താണ് അക്കലാം? എന്താണ്? മനുഷ്യന്മാരല്ലല്ലോ. അവയുടെ ബഹുവചനത്തിന് എന്തായിരിക്കും ഉപയോഗിക്കുക? സ്ത്രീലിംഗ ഏകവചനമായിരിക്കും. ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത്, ഈ ഒന്നെന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹാദിഹി ബഖറത്തുൻ. ഹാദിഹി ബഖറത്തുൻ, ഹാദിഹി ബഖറത്തുൻ എന്ന് പറയും. അതേസമയം ഇവിടെ എന്താ? ഇവിടെ ഏകവചനമാണ്. ഹാദിഹി എന്നത് ഏകവചനമാണ്. പക്ഷേ അക്കലാമ് ബഹുവചനമാണ്. അക്കലാമ് ബഹുവചനം. അപ്പൊ ബഹുവചനത്തെ, മനുഷ്യന്മാരല്ലാത്തവയുടെ ബഹുവചനത്തെ എങ്ങനെ ഉപയോഗിക്കല്? സ്ത്രീലിംഗ ഏകവചനം കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഹാദിഹി അൽ അക്കലാം. ലിമൻ ഹാദിഹിൽ അക്കലാമു. ഈ പേനകൾ ആരുടേതാണ്? യാ മുഹമ്മദ്. മുഹമ്മദിനോടാണ് ചോദ്യം. പക്ഷേ ചൂണ്ടുന്നത് അക്കലാമിനായാണ്. അതുകൊണ്ട് ആണ് ഹാദിഹി എന്ന വാക്ക് വെച്ചത്. ഇതാണ് ഈ പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. മനുഷ്യന്മാരല്ലാത്ത ബഹുവചനങ്ങൾക്ക് പുല്ലിംഗ, അതെ, സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിക്കും. മനുഷ്യന്മാരല്ലാത്തവയുടെ ബഹുവചനങ്ങൾക്ക് ഇത് ഉപയോഗിക്കും, സ്ത്രീലിംഗ ഏകവചനമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ലിമൻ ഹാദിഹിൽ അക്കലാമു യാ മുഹമ്മദ്. അജാബ് മുഹമ്മദ് മറുപടി പറഞ്ഞു, ഹിയ ലീ യാ ഉസ്താദു. ഇത് എന്റേതാണ്. ഹിയ ലീ. അപ്പൊ അല്ല അക്കലാം എന്ന് പറഞ്ഞപ്പോ എന്താണ്? ഹിയ. അപ്പൊ അക്കലാം എന്താണ്? നമ്മൾ മലയാളത്തിൽ പറയുമ്പോ അവളല്ല ഹിയയ്ക്ക്. ഹിയയ്ക്ക് ഇവിടെ അർത്ഥം അത് ലീ യാ ഉസ്താദ്. ഹിയ ലീ യാ ഉസ്താദ്. അത് എനിക്കുള്ളതാണ്. ലീ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ലീ എന്നത് ഉടമസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി ലീ ഉപയോഗിക്കും. ഇക്ക് ഇന് എന്ന് പറയുന്ന പോലെ ഉടമസ്ഥതയെ സൂചിപ്പിക്കാൻ വേണ്ടി, പൊസഷൻ ഉപയോഗിക്കാൻ വേണ്ടി ലീ ഉപയോഗിക്കും. എന്നിട്ട് പിന്നെ യാ മുത്തകല്യമാണ്. ലീ, എനിക്ക്. അപ്പൊ ഹിയ ലീ യാ ഉസ്താദ്. അത് എന്റേതാണ്. അൽ മുദരിസ്.
ഹിയ ജമീലത്തുൻ ജിദ്ദൻ, ഹിയ ജമീലത്തുൻ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് വിശേഷണം പറയുമ്പോൾ ബഹുവചനമാണെങ്കിൽ ബഹുവചനം ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? അക്കലാം ബഹുവചനമാണ്. അക്കലാമിന്റെ വിശേഷണം എന്താ പറഞ്ഞത്? ഹിയ ജമീലത്തുൻ. അക്കലാമ് മനുഷ്യന്മാരല്ലാത്തവയുടെ ബഹുവചനമായതുകൊണ്ട് അതിന്റെ വിശേഷണം എന്താ പറയുന്നത്? ജമീലത്തുൻ. അപ്പൊ പോയിന്റ് 1, ബഹുവചനങ്ങളെ എന്ത് ചെയ്യും? സ്ത്രീലിംഗ ഏകവചനം കൊണ്ടാണ് ചൂണ്ടി പറയുന്നതെന്ന് പറഞ്ഞു. രണ്ടാമത്, ആ സ്ത്രീലിംഗ ബഹുവചനത്തിന്റെ വിശേഷണം പറയുമ്പോൾ മനുഷ്യന്മാരല്ലാത്തവയുടെ ബഹുവചനം പറയുമ്പോൾ സ്ത്രീലിംഗ ഏകവചനം എന്നാണ് അതിന്റെ വിശേഷണമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോ ഹാദിഹിൽ അക്കലാമു ജമീലത്തുൻ എന്നാ പറഞ്ഞത്. അത് ഈ ജമീലത്ത് എന്ന് പറഞ്ഞാൽ, ഹിയ ജമീലത്ത് എന്ന് പറഞ്ഞാൽ ഹിയ അൽ അക്കലാമു ജദീദത്തുൻ, ജമീലത്തുൻ. അവ ബ്യൂട്ടിഫുൾ ആണ്. ജിദ്ദൻ, വെരി വെരി ബ്യൂട്ടിഫുൾ. ഇംഗ്ലീഷ് നമ്മൾ ദോസ് ആർ വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയും. ഇംഗ്ലീഷിൽ ഇറ്റ് എന്ന് പറയില്ല, ഏകവചനമാണെങ്കിൽ ഇറ്റ് എന്ന് പറയും. അതാണ് ഇവിടെയുള്ള വ്യത്യാസം. വഹാദിഹിൽ കുതുബുൽ ജദീദതു ഹിയ ലക. അപ്പോ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഹാദിഹിൽ അക്കലാം എന്ന് പറഞ്ഞു, രണ്ടാമത് ഹിയ ജമീലത്ത് എന്ന്. അപ്പൊ അക്കലാമിനെ ചൂണ്ടാൻ വേണ്ടി ഹാദിഹി ഉപയോഗിച്ചു, സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചു. അതേപോലെ ജമീലത്ത് എന്ന സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് വിശേഷിപ്പിച്ചു, ജമീലത്തുൻ ജിദ്ദൻ. ഇവിടെ എന്താണ്? ഹാദിഹിൽ കുതുബു അൽ ജദീദതു എന്ന് രണ്ടും കൂടെ ഒരുമിച്ച്. ഹാദിഹി എന്ന് കുത്തുബായതുകൊണ്ട്, മനുഷ്യന്മാരല്ലാത്തവയുടെ ബഹുവചനമായതുകൊണ്ട് കുത്തുബ്. കുത്തുബിന്റെ ഏകവചനം എന്താണ്? കിതാബ്. ആ, കിതാബിന്റെ ബഹുവചനമാണ് കുത്തുബ്. കിതാബിന്റെ ബഹുവചനം കുത്തുബ്. വഹാദിഹിൽ കുത്തുബുൽ ജദീദതു, അൽ ജദീദത്ത് പുതിയത്. അപ്പോ കുത്തുബ് എന്നത് മനുഷ്യന്മാരല്ലാത്തവയുടെ ബഹുവചനമായതുകൊണ്ടാണ് ഹാദിഹി ഉപയോഗിച്ചതും. അതേപോലെ അൽ കുത്തുബിന്റെ വിശേഷണമാണ് അൽ ജദീദ്. വിശേഷണങ്ങളിൽ 4 കാര്യം യോജിക്കണമെന്ന് പറഞ്ഞു. പുല്ലിംഗമാണെങ്കിൽ വിശേഷണവും പുല്ലിംഗമാകണം. ഏകവചനമാണെങ്കിൽ വിശേഷണവും ഏകവചനമാകണം. അതേപോലെ അറിയപ്പെടുന്ന നാമമാണെങ്കിൽ വിശേഷണവും അറിയപ്പെടുന്ന നാമമാകണം. പിന്നെ അവസാനത്തെ അടയാളം സെയിം ആകണമെന്ന് പറഞ്ഞു. 4 കാര്യം. അപ്പൊ ഇവിടെ മനുഷ്യന്മാരല്ലാത്തവയുടെ ബഹുവചനം വരുമ്പോൾ ബഹുവചനം വേണ്ട, മറിച്ച് ഏകവചനം, സ്ത്രീലിംഗ ഏകവചനമാണ് വിശേഷണമായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ഈ 4 കാര്യം ഒരു പേജിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ഈ ഒരു നോട്ട് എഴുതി വെക്കാം. അപ്പൊ അതിനാണ് നിങ്ങൾ ബഹുവർണ്ണ പെന്ന് വാങ്ങണമെന്ന് പറഞ്ഞത്. മൾട്ടിപ്പിൾ കളറിന്റെ പെന്നല്ലേ നിങ്ങൾ വാങ്ങിയിരിക്കുന്നത്? ഉസ്താദ് പറഞ്ഞോളൂ, ചെയ്തില്ലേ? ആ, നിങ്ങളൊക്കെ വിചാരിക്കുന്ന ഉസ്താദിനെ അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന്. ഉസ്താദിനെ അനുസരിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതുകൊണ്ട് ഉസ്താദിനെ അനുസരിക്കാതിരുന്നാലും പഠനം ശരിയാവില്ല. ഖുർആൻ പറഞ്ഞിട്ടുള്ള ആരെങ്കിലും വായിച്ചോ ഉസ്താദിനെ അനുസരിക്കണമെന്ന്? ഉണ്ടോ? ആരും വായിച്ചില്ല ഖുർആൻ. അത്തിയുല്ലാഹ, നിങ്ങൾ അള്ളാഹ് അനുസരിക്കുക. വാത്തിയ റസൂല, നിങ്ങൾ റസൂലിനെ അനുസരിക്കുക. പിന്നെന്താ പറഞ്ഞത്? അപ്പൊ ഈ ക്ലാസ് എടുക്കുന്ന ആൾ ആരാണ്? ആ, ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ആള് പറയുന്നത് കേൾക്കണം, ഇല്ലെങ്കിൽ മാഫി ഫായിദ. ചില ആൾക്കാർ ഉസ്താദ് 4 കളറുള്ള പേനയൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ നിങ്ങൾ നേരത്തെ കറുപ്പിച്ച് എഴുതി ഒരു നോട്ടുണ്ട്, അതും കൂടെ എഴുതിക്കുക. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോഴേ അറിയാൻ പറ്റും. ഇല്ല പിന്നെ എന്തിനാ അള്ളാഹ് ഇത്രയും നിറങ്ങളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്? അപ്പൊ അത് ഖുർആൻ പഠിക്കാൻ വേണ്ടിയാണ്. ഖുർആൻ പഠിക്കാൻ വേണ്ടി, അറിവ് ഭാഷ പഠിക്കാൻ വേണ്ടി ഇതിനാണ് ഏറ്റവും പ്രാധാന്യമായി അള്ളാഹ് അത് സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ എന്താണ്? വിശേഷണം ബഹുവചനമാണെങ്കിലും സ്ത്രീലിംഗ ഏകവചനമാണ്. അതായത് മനുഷ്യന്മാരല്ലാത്തവരുടെ ബഹുവചനമാണെങ്കിൽ
സ്ത്രീലിംഗ ഏകവചനം കൊണ്ടാണ്. പുരുഷനല്ലാത്ത അതെ. അപ്പം കുത്തുബ് കിതാബ് പുല്ലിംഗമാണ്. അതിന്റെ ബഹുവചനം എന്തായിരിക്കും? കുത്തുബ് സ്ത്രീലിംഗമാണ്. അതിനെ വിശേഷിപ്പിക്കുന്നത് സ്ത്രീലിംഗ ഏകവചനം കൊണ്ടാണ്. അതുകൊണ്ടാണ് അഹിയ ലക്ക. അഹിയ അത്, ഹിയ അവളാണ്, അത് ലക്ക അത് നിനക്കുള്ളതാണോ, അത് നിന്റേതാണോ? മുഹമ്മദ് ലാ ഹിയ ലി ഹാമിദിൻ. അല്ല. ഹിയ. അപ്പൊ ഹിയ നമ്മൾ ഹിയയുടെ മലയാളം ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയണം? അവ ഹാമിദിന്റേതാണ്, ഹാമിദിന്റേതാണ് കേട്ടോ. അപ്പൊ ലി എന്താണ്? പൊസഷനെ സൂചിപ്പിക്കുകയാണ്, ഉടമസ്ഥയെ സൂചിപ്പിക്കുകയാണ്. അതെല്ലാം മലയാളത്തിൽ പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയും. അത് ഹാമിദിന്റേതാണ്. ലി ഹാമിദിൻ. المدرس أين دفاتركم يا إخوان؟ أين دفاتركم؟ അപ്പൊ ദഫാത്തിറിന്റെ ഏകവചനം എന്താണ്? ദഫ്തറുൻ. ദഫ്തറുൻ. നമ്മൾ അറബി പഠിക്കുകയാണ്, അതുകൊണ്ട് അവസാനത്തെ അടയാളം കൃത്യമായിട്ട് പറയാം. ദഫ്തറുൻ. ദഫ്തറിന്റെ ബഹുവചനം എന്താണ്? അവസാനത്തെ അടയാളം പറയും. അവസാനത്തെ അടയാളം. നിങ്ങൾ ചില ആൾക്കാർ പ്രസംഗിക്കുന്ന പോലെ പോവുകയാ, നീ എന്നോ നൂ എന്നോ നീ എന്നോ കേൾക്കൂല. പോവുകയാ. അവസാനം കൊല്ലക്കാരങ്ങനെയായി. അവർ അവസാനത്തെ അക്ഷരം പറയില്ല. പോവുകയാ, ഞാൻ വരികയാ. കൊല്ലക്കാരെങ്കിലും വേണമെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ഞാൻ കൊല്ലത്തിൽ അടുത്തുള്ളതാണ്, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. അവസാനത്തെ അക്ഷരം കേൾക്കട്ടെ, അടയാളം. എന്ന് ഉറക്കെ പറയാൻ പറഞ്ഞില്ലേ ഞാൻ? ദഫാത്തിറു. ഇത് പഠിക്കണം, കാരണം ഇത് പഠിക്കലാണ് അറബി പഠനം എന്ന് പറയുന്നത്. അപ്പൊ ദഫ്തറും രണ്ട് തമ്മുണ്ട്, ദഫാത്തിറു ഒരു തമ്മിയുണ്ട്. അപ്പൊ ഇത്തരം പദങ്ങൾക്ക്, തൻവീൻ ഇല്ലാത്ത പദങ്ങൾക്ക് എന്ത് പറയും? തൻവീൻ ഇല്ലാത്തതെന്ന് മനസ്സിലാക്കിയാൽ തൻവീൻ ഇല്ലാത്തതാണ്. ഇവിടെ അതിന്റെ ചിലപ്പോൾ എക്സർസൈസിന് ഡീറ്റെയിൽ വരും, അപ്പൊ നമുക്ക് നോക്കാം. പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാം. തൻവീൻ ഇല്ലാത്തവയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അത് നോർമലി അതിന് കസ്ർ വരികയില്ല. നോർമലി സാധാരണഗതിയിൽ തൻവീൻ ഇല്ലെങ്കിൽ അതിന്, തൻവീൻ ഇല്ലാത്ത നാമമാണെങ്കിൽ അതിന്, അതായത് തൻവീൻ സ്വീകരിക്കാത്ത നാമമാണെങ്കിൽ അതിന് കസ്റും സ്വീകരിക്കയില്ല എന്നതാണ് അതിന്റെ നോർമൽ ഘടന. ഇവിടെ അയിന ദഫാത്തിറുക്കും, നിങ്ങളുടെ ദഫാത്തിർ എവിടെ? നോട്ട്ബുക്സ് എവിടെ? യാ ഇഖ്വാൻ. പ്രദേശ്. അപ്പൊ അധ്യാപകൻ വിളിക്കുന്നത് കേട്ടാ, എവിടെയാടോ എന്ന് മലയാളത്തിൽ നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്ന പോലെയല്ല. യാ ഇഖ്വാൻ പ്രദേശ്, സഹോദരന്മാരെ എന്നാണ് അധ്യാപകൻ വിളിക്കുന്നത്. അലി. ഹിയ ഹുന അലാ ഹാദൽ മക്തബി. ഹിയ. അപ്പൊ ദഫാത്തിറു എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഹിയ എന്ന സ്ത്രീലിംഗ ഏകവചനം പറഞ്ഞു. ഹിയ ഹുന അലാ ഹാദൽ മക്തബി, ഓൺ ദിസ് ടേബിൾ. മക്തബ് പുല്ലിംഗമാണ്, അത് ഏകവചനമായതുകൊണ്ട് ഹാദ ഉപയോഗിച്ചു. ദഫാത്തിർ ബഹുവചനമായതുകൊണ്ട് ഹിയ ഉപയോഗിച്ചു. ഇത്രയുള്ള പാഠം. ബാക്കി തമാരീനാണ്. തഅമ്മലിൽ അംസിലത്തിൽ ആത്തിയ. അപ്പൊ എക്സർസൈസ് എന്ത് ചെയ്യണം? ആദ്യം ശ്രദ്ധിച്ച് വായിക്കുക. തഅമ്മൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് വായിക്കുക. തഅമ്മൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കുക എന്നാണ്. ശ്രദ്ധിക്കുക. അമ്മൽ. അൽ മുഫ്രദു. മുഫ്രദ് എന്ന് പറഞ്ഞാല് സിംഗുലർ. അൽ മുഫ്രദ് എന്ന് പറഞ്ഞാൽ സിംഗുലർ. അപ്പൊ അതെന്താണ്? ഗ്രാമറ്റിക്കൽ ടെർമിനോളജിയാണ്. ഗ്രാമറ്റിക്കൽ ടെർമിനോളജിയാണ് അൽ മുഫ്രദ് എന്ന് പറയുന്നത്. ജമ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ, അതും എന്താണ്? ഗ്രാമറ്റിക്കൽ ടെർമിനോളജി. അൽ ജമ പ്ലൂറൽ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമറ്റിക്കൽ ടെർമിനോളജിയാണ്. ജമ ഖുറാനിൽ വായിച്ചിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയും, ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം പരാജയപ്പെട്ടു. കാരണം ജമ്മിന്റെ മുമ്പേ പരാജയപ്പെട്ടെന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ. നമ്മളെ എന്താ പറയാ, മോബില്ലേ, മോബ്.
മോബ് എന്ന അർത്ഥത്തിലാണ് ജമ്മ ഉപയോഗിച്ചത്. ആൾക്കൂട്ടം. ഈ കൂട്ടങ്ങളെല്ലാം പരാജയപ്പെടും, സഖ്യസേനകളെല്ലാം പരാജയപ്പെടും എന്നാണ്. ഓക്കെ, അൽ ജം എന്ന് പറഞ്ഞാൽ, അതേപോലെ യൗമുൽ ജം ഉണ്ട്. യൗമുൽ ജം, യൗമ യജ്മഅകും ലിയൗമിൽ ജംഇ, എന്താ? കൂടുന്ന ദിവസം, ഒരുമിച്ച് കൂടുന്ന ദിവസം, ഖിയാമത്ത് നാൾ. പക്ഷെ ഇവിടെ ഗ്രമറ്റിക്കൽ ടെർമിനോളജിയാണ് ജം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞത്. ഗ്രമറ്റിക്കലി പറയുമ്പോൾ എന്താ അർത്ഥം? പ്ലൂറൽ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എഴുതാൻ പറഞ്ഞാൽ മുഫ്രദ് എഴുതണം. അപ്പൊ മുഫ്രദ് ഹാജ ത്വാലിബുൻ ജദീദുൻ. ഹാജ ത്വാലിബുൻ, ഇതൊരു സ്റ്റുഡന്റ് ആണ്. ജദീദുൻ, പുതിയ. ഹുവ മിൻ അമേരിക്ക, ഹി ഈസ് ഫ്രം അമേരിക്ക. ഹുവ മിൻ അമേരിക്ക. അപ്പൊ ത്വാലിബിനെ കുറിച്ച് ഹുവ എന്നാണ് പറഞ്ഞത്. അത് ഏകവചനമാണ്, പുല്ലിംഗമാണ്. രണ്ട്, അൽ ജംഉ ഹഉലാഇ തുല്ലാബുൻ. ത്വാലിബ് എന്താണ്? ഒരു മനുഷ്യനാണ്. അതിന്റെ തുല്ലാബ് എന്നതിന്റെ ബഹുവചനം കൊടുത്തു. അപ്പൊ എന്ത് പറഞ്ഞു? ഹഉലാഇ എന്ന ബഹുവചനം പുല്ലിംഗ ബഹുവചനം വെച്ചു. ഹാദായുടെ പുല്ലിംഗ ബഹുവചനമാണ്, ഹാദയുടെ ബഹുവചനമാണ് ഹഉലാഇ. ഹഉലാഇ ഉള്ള ആയത്ത് പറഞ്ഞു. ഒന്ന് ഖുർആൻ വായിക്കുന്നില്ലേ? അപ്പൊ അറബി പഠിക്കുന്ന ഖുർആൻ വായിക്കും. ആ, مذبذبين بين ذلك لا إله هؤلاء ولا إله هؤلاء. അതേപോലെ ഹഉലാഇ ബനാതി എന്നും പറഞ്ഞു. ഹഉലാഇ ബനാതി, أطهر لكم. ഹുന്ന അത്ഹറു ലക്കും. ബനാത്തെല്ലാം താഹിറാത്താണ്. ഓക്കെ, അപ്പൊ ഹഉലാഇ തുല്ലാബിൻ. അപ്പൊ താലിബ് മനുഷ്യനായതുകൊണ്ട് തന്നെ ബഹുവചനം തുല്ലാബ് ഹഉലാഇ ഉപയോഗിച്ചു. പിന്നീട് തുല്ലാബിന്റെ വിശേഷണം ബഹുവചനമായ ജുദൂദുൻ ഉപയോഗിച്ചു. ജുദൂദിന്റെ ഏകവചനം എന്താണ്? ജദീദുണ്ട്, താഴെ ജുദൂദുണ്ട്. അപ്പൊ ജദീദിന്റെ ബഹുവചനമായ ജുദൂദ്. പിന്നെ പറഞ്ഞു ഹോം മിൻ അമേരിക്ക, അവർ അമേരിക്കയിൽ നിന്ന്. അപ്പൊ ഇതാണ് ഒരു പാറ്റേൺ നമുക്ക് ഓർമ്മിക്കാൻ പറഞ്ഞു, ശ്രദ്ധിച്ച് വായിക്കാൻ പറഞ്ഞു. അൽ മുഫ്രദ് അലാ ത്വാലിബുൻ ജദീദുൻ ഹുവ മിൻ അമേരിക്ക. അൽ ജംഉ ഹഉലാഇ തുല്ലാബുൻ ജുദൂദുൻ ഹും മിൻ അമേരിക്ക. ഇതാണ് മനുഷ്യന്മാർ ഉപയോഗിക്കുന്നത്. അൽ മുഫ്രദു ഹാദാ കിതാബുൻ, മനുഷ്യന്മാരല്ല. അൽ മുഫ്രദു ഹാദാ കിതാബുൻ ജദീദുൻ. അപ്പൊ ഏകവചനത്തിൽ ഹാദാ കിതാബുൻ ജദീദ് എന്ന് പുല്ലിംഗമായിട്ട് തന്നെ പറഞ്ഞു, കാരണം കിതാബ് പുല്ലിംഗമാണ്. ഹുവ മിൻ അമേരിക്ക, ഇറ്റ് ഈസ് ഫ്രം, അവിടെ ഹി ഈസ് ഫ്രം മിൻ അമേരിക്ക എന്നല്ലേ പറയാം. കിതാബാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഇറ്റ് ഈസ് ഫ്രം അമേരിക്ക. അപ്പൊ ഇറ്റ് എന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ ഇംഗ്ലീഷ് ഇറ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ അത് പുല്ലിംഗമായതുകൊണ്ട് ഹുവ എന്നാണ് അറബി പറയുന്നത്. ഹാദാ കിതാബുൻ ജദീദുൻ ഹുവ മിൻ അമേരിക്ക. ഇനി ജം വരുമ്പോഴോ ഹാദിഹി കുത്തുബുൻ ജദീദത്തുൻ. അപ്പൊ ദീസ് ആർ, ഇംഗ്ലീഷ് പറഞ്ഞാൽ ദീസ് ആർ ന്യൂ ബുക്സ്. അപ്പോ കുത്തുബ് പുല്ലിംഗമായത്, മനുഷ്യന്മാരല്ലാത്തവരുടെ പുല്ലിംഗമായതുകൊണ്ട്, മനുഷ്യന്മാരല്ലാത്തവരുടെ ബഹുവചനമായതുകൊണ്ട് ഹാദിഹി എന്ന് വിളിച്ചു. ഹാദിഹി കുത്തുബ്. പിന്നെ കുത്തുബ് മനുഷ്യന്മാരല്ലാത്തതിന്റെ ബഹുവചനമായതുകൊണ്ട് അതിന്റെ വിശേഷണം സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് പറഞ്ഞു, ജദീദത്തുൻ. ഹാദിഹി കുത്തുബുൻ ജദീദത്തുൻ ഹിയ മിൻ അമേരിക്ക. അപ്പൊ ഹിയ എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? കുത്തുബ് എന്ന ബഹുവചനത്തെ കുറിച്ച്. എന്ന ബഹുവചനത്തെ കുറിച്ച്. അൽ മുഫ്രദു പിന്നീട് വരുന്നത് അൽ മുഫ്രദു അതാ കിതാബുൻ ജദീദുൻ, നമ്മൾ വായിച്ചല്ലേ. അൽ ജമ്മു ഹാദിഹി കുത്തുബുൻ ജദീദത്തുൻ ഹിയ മിൻ അമേരിക്ക. ഓക്കെ, ഹദ്ദിറുൽ മുബ്തദഅ. മുബ്തദഅന് എന്താ നമ്മൾ മീനിങ് പറഞ്ഞു തന്നത്? ബിഗിനിങ് പാർട്ട്, സബ്ജക്റ്റും ഒബ്ജക്റ്റും അല്ല ഇവിടെ. ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് തെറ്റാ കേട്ടാ. സബ്ജക്റ്റ് അല്ല. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റ് വരുമ്പോഴത്തേക്ക് വെർബ് വേണം. വെർബ് പ്രവൃത്തി ചെയ്ത ആളാണ് സബ്ജക്റ്റ്.
ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത്? ബിഗിനിങ് പാർട്ട്. ഉം. മുബത്തദ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അറബിയിലെ സ്യൂട്ടബിൾ വേർഡ് എന്ന് പറയുന്നത് ബിഗിനിങ് പാർട്ട്, അൽ മുബത്തദ. ബദ എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു, അൽ മുബത്തദ എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്ന പദം. ഖബ്ബിരിൽ മുബത്തദ ഫി കുല്ലി മിനൽ ജുമലിൽ ആതിയ. ചേഞ്ച് ദ ബിഗിനിങ് പാർട്ട് ഫ്രം ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ഇല ജംഇൻ, ബഹുവചനത്തിലേക്ക് മാറ്റുക. അപ്പൊ ബഹുവചനമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്യൂട്ടബിൾ യൂസേജ് ഉപയോഗിക്കണം. ഇതെല്ലാം നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. ഏകവചനം ബഹുവചനവും നോട്ട്ബുക്കിൽ നിങ്ങൾ ഏകവചനം ബഹുവചനം ബ്രോക്കൺ പ്ലൂറൽസ് എഴുതാൻ വേണ്ടി നോട്ട്ബുക്കിൽ എത്ര പേജ് വിട്ടിട്ടുണ്ട്? വിട്ടിട്ടില്ലേ? നിങ്ങൾ റബ്ബിഷ് ബുക്കാണ് ഉപയോഗിക്കുന്നത്, അതല്ല എഴുതുന്ന റഫ് ബുക്കാണോ ഉപയോഗിക്കുന്നത്? അതല്ല ഒഫീഷ്യലി എഴുതി സൂക്ഷിക്കുന്നുണ്ടോ? ആയുഷ്കാലം വരെ ഉപയോഗിക്കാവുന്ന, ആയുഷ്കാലം മാത്രമല്ല പരലോകത്തും ഉപയോഗപ്പെടുന്നതാണ്. ഇതല്ല അറിവ് മാത്രമേ പരലോകത്ത് ഉപയോഗപ്പെടുള്ളൂ. അറിവിയും ഖുർആനും പഠിക്കുന്ന എൽമ് ഹദീസ് ഇതൊക്കെ പഠിച്ചാൽ എന്താവും? പരലോകത്തും ഉപയോഗപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇത് എഴുതി വെച്ചിട്ട് പോകുമ്പോൾ കൂടെ കവറിൽ കൊണ്ട് വയ്ക്കണ്ട. പറഞ്ഞു കേട്ടില്ലായിരുന്നു നിങ്ങൾ ഹദീസില്? ഉസ്താദിനെ അനുസരിക്കണമെന്ന് പറഞ്ഞ പോലെ അറബി പഠിച്ചാല് കബറിലുണ്ടാവുമെന്ന് കേട്ടില്ല? വാലിദൻ സാലിഹൻ ജദുലഹു, വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വാപ്പാക്ക് ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ഉപകാരപ്രദമായ അറിവ്. അപ്പൊ ഇതൊക്കെ ബ്ലണ്ടർ ആണെങ്കിൽ ഉപയോഗപ്പെടില്ല, അല്ല യൂസ്ഫുൾ ആണെങ്കിൽ അവിടെ ഉണ്ടാവുള്ളൂ, കൂട്ടിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ? ഒരു 10-25 പേജെങ്കിലും ഇതിന് വേണം. ഒരു 10 പേജെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. നമ്മൾ ഡയറിയൊക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ബ്രോക്കൺ പ്ലൂറൽസ് എന്നുള്ള ഹെഡിങ് എഴുതിയിട്ട് 10-20 പേജ് എന്ത് ചെയ്യുക? ഇട്ടേക്കുക. അത് നിങ്ങൾക്ക് ഇനി കുറേ പഠിക്കാനുണ്ട്. നിങ്ങൾ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നേരത്തെ നമ്മൾ പഠിച്ച ബ്രോക്കൺ പ്ലൂറൽസ് ഒക്കെ ഇവിടെ എഴുതി വയ്ക്കുക. ബ്രോക്കൺ ഊന ഈന ഇല്ലാത്ത, ഊന ഈന ചേർന്ന് വരുന്നതല്ലാത്ത ബഹുവചനങ്ങളെല്ലാം നമ്മൾ ടേബിൾ ഉണ്ടാക്കി എഴുതി പഠിച്ചേ പറ്റൂ. എന്നിട്ട് ഡെയിലി അവിടെ നിന്ന് 5 മിനിറ്റ് പഠിക്കൂലേ? എല്ലാ ദിവസവും 5 മിനിറ്റ് മസ്റ്റായിട്ട് പഠിക്കണമല്ലോ. അവിടെ നിന്ന് ഒരു ശകലം വായിച്ചേക്കണം. എവിടെ നിന്ന്? ബ്രോക്കൺ പ്ലൂറലിന്റെ പേജിൽ നിന്ന്. നമ്മളെ മൊബൈലില് യുക്യൂം പഠിച്ചവർ അവിടെ എഴുതി വെച്ചാലും മതി, അതിന്റെ കൂടെ എഴുതി വെച്ചാൽ മതി. നമ്മളെ മൊബൈലില് സ്ഥിരമായിട്ട് വിളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ കോണ്ടാക്റ്റിൽ മുകളിൽ വരൂലേ? അപ്പോ എല്ലാ ദിവസവും വായിക്കുന്ന അറിവ് എവിടെ ഉണ്ടാവും? മുകളിലുണ്ടാവും. എല്ലാം മൊബൈൽ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ സിമ്പിളാണ്. അപ്പൊ എല്ലാ ദിവസവും ഉപയോഗിക്കണം. അത് കുറച്ചെങ്കിലും അവിടെ നിന്ന് നോക്കണം. കാരണം ആ പേജ് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ആ മൈൻഡ് അവിടെ പോകും. അപ്പൊ മൈൻഡ് വർക്ക് ചെയ്യും. അപ്പൊ എന്താണ്? നജിമുൻ നജൂമുൻ, ബൈത്തുൻ ബുയൂത്തുൻ, ദർസുൻ ദുറൂസുൻ, കലമുൻ അക്കലാമുൻ, ബാബുൻ അബ്വാബുൻ, നെഹ്റുൻ അൻഹാറുൻ. ഇങ്ങനെ വായിച്ചു പഠിക്കണം. ഇത് ഇങ്ങനെ വായിച്ചു പഠിക്കണം. ജബലുൻ ജിബാലുൻ, ജബലുൻ ജിബാലുൻ, കൽബുൻ കിലാബുൻ, ബഹ്റുൻ ബിഹാറുൻ. ബൈ ദ വേ, കൽബിന്റെ അർത്ഥം എന്താണ്? കൽബിന്റെ അർത്ഥം വേറെ അഭിപ്രായമൊന്നുമില്ലല്ലോ? പണ്ടാല പദ്ധതി പറയുന്നുണ്ട്, കൽബൻ പട്ടി, വലുതിൻ കുട്ടി, ദൽവിൻ തൊട്ടി എന്നൊക്കെ പറയും. ഹൃദയത്തല്ലേ? കൽബുൻ നായ. ഹൃദയം വരുമ്പോ 2 പ്രാവശ്യം തൊടണം അവിടെ, എന്നാലേ ഹൃദയം വരുള്ളൂ. എന്താ 2 പ്രാവശ്യം തൊടല്? 2 ഡോട്ട് ഇടണം. 2 ഡോട്ട് ഇടണം. അപ്പൊ തൊടുന്നില്ലെങ്കിൽ ഹൃദയമില്ല അവിടെ. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ വായിച്ചു പഠിക്കാനുള്ളതാണ് കേട്ടോ. ഫുന്ദുക്കുൻ ഫനാദിഖു. ഫനാദിഖ് എന്താണ്?
ഫനാദിക്ക് തൻവീൻ ഇല്ലാത്തതാണ്, അവിടെ ഒരു ലമ്മേ ഉള്ളൂ. മക്തബുൻ മക്കാത്തിബു, ദഫ്തറുൻ ദഫാത്തിറു. അതിന്റെ അർത്ഥം എന്താ ഉസ്താദ്? ഫനാദിക്കിന്റെ അർത്ഥം എന്താ? പറഞ്ഞുതരാം. ഇപ്പൊ ഈ പോയിന്റ് പറയും, ഈ പോയിന്റ് ശ്രദ്ധിക്കുക. കാരണം ശരീറുൻ സുറൂറുൻ. അപ്പൊ ഇതെന്ത് ചെയ്യണം? ബ്രോക്കൺ പ്രോഗ്രസ് എല്ലാം എഴുതി വെച്ചിട്ട് ഒരു പ്രത്യേക ഭാഗത്ത് എഴുതി വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് കളിക്കണം. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല കേട്ടോ. ഈവൻ ബ്രോക്കൺ പ്ലോറൽസിലും എന്തുണ്ട്? ഇംഗ്ലീഷിലെ പോലെയല്ല, അറബിക്കിൽ പാറ്റേൺ ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ബൈത്തുൻ ബുയൂത്തുൻ പോലെയാണ് നുജൂമുൻ, ദുറൂസുൻ, അപ്പൊ അതൊരു പാറ്റേണിലാണ് വരുന്നത്. അത് പാറ്റേൺ എവിടെ വരുന്നത്? ബഹുവചനത്തിനാണ് പാറ്റേൺ. സിംഗുലർ ഇങ്ങനെ വന്നാൽ ബഹുവചനം ഇങ്ങനെ വരുമെന്ന് പാറ്റേൺ ഇല്ല. മറിച്ച് എന്താണ്? ബഹുവചനത്തിന് കുറെ പാറ്റേണുകളുണ്ട്. ഒന്നല്ല, കുറെ പാറ്റേണുകൾ. അപ്പൊ അതിൽ പെട്ട പാറ്റേണുകളാണ് നമ്മൾ ഇവിടെ എഴുതി പഠിച്ചത്. അവിടെ ബ്രാക്കറ്റ് എടുത്തിരിക്കുന്നുണ്ട്. ബൈത്തുൻ ബുയൂത്തുൻ, നജ്മുൻ നുജൂമുൻ, ദർസുൻ ദുറൂസുൻ. അതേപോലെ അഖ്ലാമുൻ, ഖലമുൻ അഖ്ലാമുൻ, അത് വേറൊരു പാറ്റേൺ ആണ്. ബാബുൻ അബുവാബുൻ വേറൊരു പാറ്റേൺ ആണ്. അല്ല, അഖ്ലാമ് പോലെയാണ് അബുവാബ്, അതേപോലെയാണ് അൻഹാർ. അപ്പൊ കലമുൻ അഖ്ലാമുൻ, ബാബുൻ അബുവാബുൻ, നെഹ്റുൻ അൻഹാറുൻ എന്നെന്താണ്? ഈ പാറ്റേൺ എന്താണ്? രണ്ടാമത്തെ പാറ്റേൺ. അതേപോലെ വേറൊരു പാറ്റേൺ ജബലുൻ ജിബാലുൻ, ബഹറുൻ ബിഹാറുൻ. അതെന്താണ്? വേറൊരു പാറ്റേൺ. ജബലുൻ ജിബാലുൻ, കൽബുൻ കിലാബുൻ, ബഹറുൻ ബിഹാറുൻ. വേറെ അണ്ടർസ്റ്റാൻഡ് ഖുർആനൊക്കെ പഠിച്ചിട്ടുണ്ടാവുന്നു. അത് വേറെ പാറ്റേൺ. അതേപോലെ കിതാബുൻ കുത്തുബുൻ, കിതാബിന്റെ ബഹുവചനം കുത്തുബുൻ. അതേ പാറ്റേണിലാണ് ഹിമാറുൻ ഹുമുറുൻ. ഹുമർ ആര് വായിച്ചിട്ടുള്ള ഖുർആനിൽ? കഅന്നഹും ഹുമുറുൻ മുസ്തൻഫിറ. വിരണ്ടോടുന്ന കഴുതുകളെ പോലെയാണ്. കുത്തുബ് എവിടെ വായിച്ചിട്ടുണ്ട്? ഫിഹാ കുത്തുബുൻ കയ്യിമ. അതേപോലെ ബിഹാർ നേരത്തെ ഫരീദ് സാഹിബ് പറഞ്ഞു. ബിഹാർ ഫുജ്ജിറത്. ഇന്നലത്തെ പരീക്ഷയിൽ ചോദിച്ചിട്ട് ഓക്കെ. അപ്പൊ ഈ ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നതൊക്കെ എന്താണ്? ഓരോരോ പാറ്റേണുകളാണ്. അപ്പൊ നിങ്ങള് ബഹുവചനം ബ്രോക്കൺ പ്ലൂറൽസ് എഴുതി വെക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു പേജിലാണ്, ഒരു ബ്രാക്കറ്റിനകത്തുള്ളത് ഒരു പേജിലായത്. അടുത്ത പേജിലാണ് അടുത്ത ബ്രാക്കറ്റിലുള്ളത്, അടുത്ത പേജിലാണ് അടുത്ത ബ്രാക്കറ്റിലുള്ളത്, അടുത്ത പേജിലാണ് അടുത്ത ബ്രാക്കറ്റ്. എന്നിട്ട് വരുമ്പോൾ ദഫാത്തിറു, മക്കാത്തിബു, ഫനാദിക്കു വരുന്നത് വേറൊരു പേജിലാണ്. എന്താ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാല്, നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ ബൈത്തുൻ ബുയൂത്തുൻ നുജൂമുൻ ദുറൂസുൻ പോലെയുള്ള ബഹുവചനങ്ങൾ കിട്ടിയാൽ ആ പേജിലെടുത്ത് എഴുതുക. അപ്പൊ ഇൽമിന്, നമ്മുടെ നോളജിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്താൽ നോളജ് അതേ രീതിയിൽ വർക്ക് ചെയ്യും. വർക്ക് ചെയ്തില്ലെങ്കിൽ അതെന്താവും? അവിടെ ഡെഡ് ആയിട്ട് കിടക്കും. യൂസ്ഫുൾ ആയില്ല, ഉപയോഗപ്പെടില്ല. അപ്പൊ ആ രീതിയിൽ എഴുതണം. അപ്പൊ അവസാനം വരുമ്പോൾ ദഫാത്തിറു, മക്കാത്തിബു, ഫനാദിഖു സെപ്പറേറ്റ് പേജ് വരും. അവിടെ എഴുതേണ്ടത് ബ്രോക്കൺ പ്ലൂറൽസ് ആണ്. ഓൾസോ ഇതെന്താണ്? തൻവീൻ വരാത്ത നാമങ്ങളാണ് എന്നുകൂടി എഴുതിയിരിക്കണം. തൻവീൻ വരാത്ത നാമങ്ങളാണ് എന്ന് എഴുതിയിരിക്കുക. എന്നിട്ട് തൻവീൻ വരാത്ത നാമങ്ങൾക്ക് സാധാരണഗതിയിൽ കെസ്റും വരികയില്ല എന്ന് എഴുതിയിരിക്കുക. അപ്പൊ സാധാരണമല്ലാത്ത സമയം വരെയാണെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം. ഓക്കെ. ഇനി അതിന്റെ മീനിങ്. നജ്മിനെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു. ദർസ് അറിയാം, കലം അറിയാം, ബാബ് അറിയാം. നെഹർ എന്താണ്? നദി. നെഹർ നദി, അല്ലെങ്കിൽ ആറ്. അപ്പൊ അതുകൊണ്ടാണ് അൻഹാർ വന്നത്. നെഹർ ആറ്. ജബല് അറിയാം, നമ്മൾ പഠിച്ചു. ജബലും ജിബാലും പഠിച്ചിട്ടുണ്ട്.
ഹിമാരൻ. അതേപോലെ കൽബിന്റെ ബഹുജനമാണ് കിലാബ്. കൽബ് അറിയാം, നായ. ബഹറുൻ സമുദ്രം, അതിന്റെ ബഹുജനമാണ് ബിഹാറ്. പിന്നെ കിതാബിന്റെ ബഹുജനം കുത്തുബ് നേരത്തെ പറഞ്ഞു. ഹിമാറിന്റെ ബഹുജനം ഷമൂറുൻ പറഞ്ഞു. ഹിമാർ കഴുത. ആ ഹിമാർ എവിടെ പഠിച്ചത് നമ്മള്? ഖുറാനിൽ എവിടെ വായിച്ചിട്ടുണ്ട് നിങ്ങള്? കഴുതകളെ പോലെയാണ്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ ആ പോലെയാണ് ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന പോലെ, കഴുതകളെ പോലെ. ആര്? മനുഷ്യര്. എപ്പോഴേ? അതായത് അള്ളാഹു ഇറക്കിയ സൂറത്തുൽ ജുമയിലാന്ന് തോന്നുന്നു. അതെ, വായിക്കുന്ന ഖുറാനെ കുറിച്ച് ഒരു വിവരം ഇല്ലെങ്കിലേ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ. പിന്നീട് അതിനെ എന്ത് ചെയ്തില്ല? ഉപയോഗിച്ചില്ല. ഖുറാൻ അറിയാമെങ്കിലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഖുറാൻ അറിഞ്ഞു വായിക്കുക, അറിയുന്നു വായിക്കുന്നത് ഉപയോഗപ്പെടുത്തുക. ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അത് കഴുതിയെ പോലെയാണ്. കാരണം കഴുതിയുടെ മുകളിൽ ഗ്രന്ഥം ചുമന്നാൽ കഴുതയ്ക്കൊന്നും അറിയും. എനിവേ, ശരീറിന്റെ ബഹുജനമാണ് സുറൂർ. അത് എവിടെ പഠിച്ചിട്ടുണ്ട് ഖുറാനില്? ഫീഹി സുറുറുൻ ഫീഹി എന്നാ പറഞ്ഞത്? സുറൂറുൻ മർഫൂഅ. പിന്നെ സുറൂറിന് വല്ല സ്ഥലത്തുണ്ടോ? സുറൂറുന്നുണ്ട്. സുറൂറുൻ ഉള്ളത്. സുറൂർ വേറെ ഉണ്ട്. സുറൂർ സന്തോഷം. മസ്റൂർ സന്തോഷവാൻ. സുറൂറുൻ സന്തോഷം എന്നുള്ള അർത്ഥത്തിലല്ലേ? അതെ, സർറ സന്തോഷിച്ചു. ദഫ്തറിന്റെ ബഹുജനമാണ് ദഫാത്തർ നേരത്തെ പറഞ്ഞു. മക്തബിന്റെ ബഹുജനം മക്കാത്തിബ്. മക്തബ് എന്താ അർത്ഥം? മക്തബ് ടേബിൾ എന്ന് പറയുന്നത് ടേബിൾ അല്ലെങ്കിൽ ഓഫീസ്. ടേബിൾ അല്ലെങ്കിൽ ഓഫീസ്. ഫുന്ദുക്ക്. ഫുന്ദുക്ക് എന്താണ്? ഹോട്ടലാണോ? ഫുന്ദുക്ക് ഹോട്ടൽ. ഹോട്ടൽ ഹോട്ടൽ എന്ത് കിട്ടും? ഹോട്ടൽ എന്ത് കിട്ടും റഷീദ് സാറേ? താമസവും ഭക്ഷണവും. ആവശ്യം ഭക്ഷണം കഴിക്കുന്നതിന് ഹോട്ടൽ എന്നാ പറയാ? അത് റെസ്റ്റോറന്റ് ഭക്ഷണം മാത്രം. ഫുന്ദുക്ക് എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന സ്ഥലം. അവിടെ ഭക്ഷണം ഉണ്ടായാൽ നിർബന്ധമില്ല. ഭക്ഷണം ഉണ്ടാക്കൽ ഉണ്ടായാൽ നിർബന്ധമില്ല. ഫുന്ദുക്ക്. അപ്പൊ ലോഡ്ജാവോ? ലോഡ്ജ് എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ അറബികൾ സാധാരണ അത് ട്രാൻസ്ലേറ്റ് ചെയ്യല് ഹോട്ടൽ എന്നാണ്. ഹോട്ടൽ എന്നും പറയാറ്. പക്ഷെ ഇംഗ്ലീഷിൽ അത് വിത്ത്, അതായത് നമ്മളൊരു വിത്ത് ഫുഡ് അല്ലേ ഇംഗ്ലീഷിലാവും തോന്നണം കേട്ടോ. വിത്ത് ഫുഡ്. ഞാൻ കുറെ നാളെ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഫുഡ് ഉണ്ടോന്ന് ചോദിക്കും ഹോട്ടലുകാരോട്. ഫുഡ് ഞങ്ങൾക്ക് ഈ റേറ്റിൽ ഫുഡ് നമ്മുടെ നാട്ടിലെ റെസ്റ്റോറന്റ് ഹോട്ടലും സെയിം. നമ്മുടെ നാട്ടിൽ കുഴപ്പമാണത്. അത് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ഇവിടെ എല്ലാം എന്താ ചെയ്യേണ്ടത്? ഇവിടെ എല്ലാം ചെയ്യേണ്ടത് നജൂമുൻ, ദർസുൻ, ദുറൂസുൻ, ഖലമുൻ, ബാബുൻ, നെഹ്റുൻ, ജബലുൻ, കൽബുൻ, ബഹ്റുൻ, കിതാബുൻ, ഹിമാറുൻ, ദഫ്തറുൻ, മക്തബുൻ, ഫുന്ദുഖുൻ. ഇതെല്ലാം എന്താണ്? ഇപ്പുറത്തെ അടുത്ത പേജിലുണ്ട്. സാഅത്തിന്റെ ബഹുജനം സാആത്തുൻ. അനാത്തുനിൽ അവസാനിച്ചാൽ ആത്താണ് അതിന്റെ ബഹുജനം. സയ്യാറത്തുൻ, സയ്യാറാത്തുൻ, തായിറത്തുൻ, തായിറാത്തുൻ. ഇതൊന്നും നിങ്ങൾ ബുക്കിൽ എഴുതി വയ്ക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മുസ്ലിമത്തുൻ എന്നാൽ മുസ്ലിമാത്തുൻ, ആത്തിലാണ് വരുന്നത്. ഓക്കെ.
ഓക്കെ. അപ്പൊ എന്താ പറയുന്നത് നമ്മള് ഇവിടെ എല്ലാം ഹാദാ നജ്മുൻ, ഹാദിഹി നുജൂമുൻ, ഹാദാ ദർസുൻ, അറിയോ? هذه دروس ഹാദിഹി ദുറൂസുൻ, هذه ഹാദാ دروس ഖലമുൻ, هذه أقلام ഹാദിഹി അഖ്ലാമുൻ, ഹാദാ ബാബുൻ, هذه أبواب هذه أبواب ഹാദാ നഹറുൻ, هذه അൻഹാറുൻ, ഹാദാ ജബലുൻ, ഹാദാ കൽബുൻ, هذا كلب هذه كلاب ഹാദിഹി കിലാബുൻ, هذا هذا بحر، بحر هذه هذا بحار بحر هذه هذه بحار بحار، ഹാദാ കിതാബുൻ, هذا كتاب هذه كتب هذه كتب، هذا حمار، هذه هذه حمر، هذا سرير، هذه هذه سرور، هذا دفتر، دفاتر هذه دفتر هذه دفاتر، دفاتر. ദഫാത്തിർ എന്ന് പറയുമ്പോൾ ദഫാത്തിറിന്റെ ഒരു ഹെഡിങ് കൂടെ നിങ്ങൾ എഴുതി കേട്ടോ. ദഫാത്തിറിന്റെ ഹെഡിങ് മസാജിദ്, മസാജിദ്. അതായത് ആ പാറ്റേൺ ഞാൻ പറയുക മസാജിദ് പാറ്റേൺ എന്ന് പറയുക. കാരണം മസാജിദ് നമുക്ക് എപ്പോഴും അറിയുന്ന വാക്കാണ് മസാജിദ്. മസാജിദ് പാറ്റേൺ വരുന്നതിന് ഒരു ലമ്മേ ഉള്ളൂ. സാധാരണഗതിയിൽ കസ്ര സ്വീകരിക്കില്ല കേട്ടോ. ആ നോട്ട്ബുക്കിൽ എഴുതി വെക്കണേ. അടുത്തത് ഹാദിഹി സാഅത്തുൻ, هذه ഹാദിഹി സാഅത്തുൻ, ഹാദിഹി സയ്യാറത്തുൻ, هذه هذه سيارة ഹാദിഹി സയ്യാറത്തുൻ, ഹാദിഹി طائറത്തുൻ, هذه طائرات ഹാദിഹി طائറത്തുൻ, ذلك نجم، تلك نجوم تلك نجوم تلك نجوم. نجوم ആ അപ്പൊ അള്ളാഹ് പറഞ്ഞു വന്നജിമി ഇദാ ഹവാ. വന്നജിമി പറഞ്ഞിടത്ത് എന്താണ്? പുല്ലിംഗമാണ് ഉപയോഗിച്ചത്. വന്നജിമി ഇദാ ഹവാ. നുജൂം പറഞ്ഞപ്പോഴോ ഇദൻ നുജൂമു ഇൻകദറത്ത്. നുജൂം എന്താവും? ഇൻകദറത്ത്. അവിടെ എന്ത് പറഞ്ഞു? സ്ത്രീലിംഗമാണ് ഉപയോഗിച്ചത്. ഇൻകദറത്ത്, ഉതിർന്നു വീഴുന്നു എന്ന് പറഞ്ഞപ്പോഴും. അപ്പോ ബഹുവചനം പറഞ്ഞപ്പോൾ സ്ത്രീലിംഗവും ഏകവചനം പറഞ്ഞപ്പോൾ പുല്ലിംഗവുമാണ്. ذلك نجم تلك نجوم. അടുത്തത് 19 തിൽക സയ്യാറത്തുൻ, تلك سيارات തിൽക സയ്യാറാത്ത്. അടുത്തത് അഷിർ ഇലൽ അസ്മാഇൽ ആതിയ ബിസ്മി ഇശാറത്തിൻ മുനാസിബിൻ ദിൽ ഖരീബ്. അടുത്തത് അടുത്തുള്ള അഷിർ. അഷിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂണ്ടി പറയുക. അഷിർ ഇലൽ അസ്മാഇൽ ആതിയ ഇൻ ദ ഫോളോയിങ് നൗൺസ് ബിസ്മി ഇഷാറത്തിൻ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുക. ഹാദാ, ഹാദിഹി, ഹൗലായി ഉപയോഗിക്കുക. മുനാസിബിൻ സ്യൂട്ടബിൾ ലിൽ ഖരീബി ഫോർ ദ നിയർ. അടുത്തുള്ളവയ്ക്ക് എന്ത് ചെയ്യുക? ഉപയോഗിക്കുന്ന ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചിട്ട് പറയുക. അപ്പോ റജുലുൻ എന്ത് പറയും? هذا رجل റിജാലിൻ പറയുമ്പോ رجال ഹൗലാഇ റിജാലുൻ. അടുത്തത് കൽബിന് هذا كلب കിലാബിന് هذه كلاب ഹാദിഹി കിലാബുൻ. ദുറൂസുൻ لا هؤلاء كلاب لا هذه كلاب. കിലാബിന് എന്താ പറയേണ്ടത്? അല്ല ആരോ ഹഉലായി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ഹാദിഹി കിലാബുൻ അല്ലേ? ഹാദിഹി കിലാബുൻ, സോറി, ഹാദിഹി കിലാബുൻ. ദുറൂസ് വരുമ്പോൾ ഹാദിഹി ദുറൂസ്. ഹാദിഹി ദുറൂസുൻ. മുദരിസൂൻ വരുമ്പോൾ ഹഉലായി മുദരിസൂൻ. ഹഉലാഇ മുദരിസൂൻ. അഖവാത്തി വരുമ്പോൾ هؤلاء ഹഉലാഇ അഖവാത്തി. ഹഉലാഇ അഖവാത്തി. അഖവാത്തി എന്താണ്? സഹോദരി. ഇംഗ്ലീഷ് പറയും. My sister.
My അഹവാത്ത് അഹവാത്ത്. അപ്പൊ നിങ്ങൾ sisters. ഇംഗ്ലീഷ്, ഞാൻ വിചാരിച്ചു അറിയാതെ പറഞ്ഞു പോയതാണ്. മലയാളത്തിൽ പറഞ്ഞപ്പോഴും തെറ്റാണ്, ഇംഗ്ലീഷ് പറഞ്ഞപ്പോഴും തെറ്റാണ്. My അഹവാത്ത് എന്താണ്? sisters. സിസ്റ്റേഴ്സ്, സഹോദരികൾ. മാർ, ഉഖ്തുൻ അഖവാത്തുൻ. ഒഖ്തുൻ അഹവാത്തുൻ. അഹവാത്തി മൈ സിസ്റ്റേഴ്സ്. എന്റെ സഹോദരിമാരെ. 8 അക്കലാം വരുമ്പോൾ എന്ത് പറയണം? ഹാദിഹി. ആദിഹി അക്കലാമുൻ. 9 കിതാബ് വരുമ്പോൾ ഹാദാ കിതാബുൻ. ആദാ കിതാബ്. ആദാ കിതാബുൻ. 10 ഹാദിഹി സയ്യാറാത്തുൻ. ആദിഹി സയ്യാറാത്തുൻ. 11 ഹാദിഹി ആദിഹി സയ്യാറത്തുൻ. സയ്യാർ. ആദിഹി സയ്യാറത്തുൻ. 12 ഹാദാ ഹിമാർ. ആദാ ഹിമാറുൻ. 13 ഹിമാറുൻ. 13 ആദിഹി ഹാദിഹി കുതുബുൻ. ആദിഹി കുത്തുബുൻ. 14 ഹാദിഹി ഹുമുറുൻ. ആദിഹി ഹുമുറുൻ. 15 ഹാദിഹി ആദിഹി ഐനുൻ. ഐൻ. ഇപ്പൊ അയിനെന്താണ്? അയിന് സ്വതവേ സ്ത്രീലിംഗമാണ്. കേട്ടാ? അയിന് ഇരട്ടവയവായതുകൊണ്ട്. അതെ, ജോഡി അവയവമായതുകൊണ്ട്. സാദിസാഷർ ആദിഹി തബീബത്തുൻ. ആദിഹി തബീബത്തുൻ. 17 ഉലായി അല്ലേ അവിടെ? തബീബത്തുനാണ്. ഉലായി അല്ലേ? 16 തൊബീബത്തിന് ഉലായി അല്ലേ? 16 തന്നെ പറയുന്നത് നിങ്ങൾ. തബീബത്തിന് ഹാ ഉലായി എവിടെ നിന്ന് കിട്ടി? തൊബീബാത്തുൻ. ഉലായി തൊബീബാത്തുൻ. അതെ. 16 16 16 തബീബത്തെന്നല്ലേ? 17 ഉലായി തബീബാത്തിൻ. ഓക്കെ. 4 തംരീൻ റാബിഅ. അഷിർ ഇലൽ അസ്മാഇൽ ആതിയ ബിസ്മി ഇശാറത്തിൻ മുനാസിബിൻ ലിൽ ബഈദ്. ദൂരെയുള്ള വാക്ക് ഉപയോഗിക്കുക. ذلك تلك أولئك ഉപയോഗിക്കുക. ذلك تلك أولئك. الأول താലിബിനോട് എന്ത് പറയണം? തുല്ലാബിനോട് നജ്മ് الأربعة تلك نجوم. تلك نجوم. تلك نجوم. أولئك 5 ذلك على تلك 6 أولئك بنات. أولئك بنات. أولئك بنات. 7 تلك دراجة. 8 تلك دراجات. تلك دراجات. تلك دراجات. 9 ذلك سرير. 10 تلك سرور. 11 تلك دجاجة. تلك دجاجة. 12 تلك دجاجة എന്താ? കോഴിയല്ലേ? പെടക്കോഴി. ദജാജത്ത് പെടക്കോഴി. ദീക്കിന്റെ വിപരീതം. ദീക്കിന്റെ വിപരീതം എന്ന് പറയാൻ പറ്റില്ല. ദീക്കിന്റെ ഓപ്പോസിറ്റ് ജെൻഡർ. സോറി, ഫെമിനിൻ. അപ്പൊ ദജാജത്തിന് എന്താ ഇംഗ്ലീഷ് പറയാ? ഹെൻ എന്ന് പറയും. പക്ഷെ നമ്മൾ ഇപ്പോഴും ഹെൻ എന്നല്ല പറയുന്നത്. കാരണം ഹെൻ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ് ഹെൻ. കടയിൽ പോയി വാങ്ങിക്കുമ്പോ ചിക്കൻ. നിങ്ങൾ ഗൾഫിൽ പോയിട്ട് ഹെൻ വേണോന്ന് പറയരുത് കേട്ടോ. അവിടെ ചിക്കൻ എന്ന് പറയേണ്ടത്. അപ്പൊ അത് ചിക്കൻ നമ്മൾ ദജാജ എന്ന് പറയേണ്ടത്. ദജാജ. ഓക്കെ. സിനാഷർ. تلك مدرسة.
തിൽക്ക മുദ്രിസത്തുൻ. തിൽക്ക മുദ്രിസത്തുൻ. അതെ, നിങ്ങൾ പോകുന്നിടത്തല്ല ഞാൻ പോകുന്നത്. ഞാൻ കാണിക്കുന്ന നിങ്ങൾ പറയും, ഞാൻ പറയും നിങ്ങൾ നോക്കുന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഉലായിക മുദരിസാത്തുൻ. അർബത്തഷർ ഉലായിക ഹാജ്. ഉലായിക ഹാജാണോ? ذلك حج. അല്ല, ذلك حج. أولئك حج. ഉലായിക ഹുജ്ജാജ്. ഉലായിക ഹുജ്ജാജുൻ. أولئك ഉലൈക حجاج ഹുജ്ജാജുൻ. മസ്ജിദുൻ. ذلك مسجد. ذلك مسجد അതെ, 16 ذلك مسجد. تلك ഉലൈക سيارات تلك سيارات തിൽക്ക സയ്യാറാത്തുൻ. തിൽക്ക സയ്യാറാത്തുൻ. അപ്പോ പാഠം ക്ലോസ് ചെയ്യാണ്. അല്ലവൽ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് അസ്മാഉൽ ഇഷാരത്തി ലിൽ ഖരീബ് ലിൽ ആഖിൽ. ഞാൻ ഇവിടെ മനുഷ്യന്മാരെന്ന് പറഞ്ഞെടുത്ത് അറബിയിൽ ടെക്നിക്കൽ ടെർമിനോളജി എന്നാൽ ലിൽ ആഖിൽ, ആക്കിലിനാണ്. ആക്കിൽ എന്ന് പറഞ്ഞാൽ ബോധമുള്ളത്. ബോധമുള്ള ആരാ? മനുഷ്യന്മാര്. ചിലപ്പം ആക്കിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളത്, കുതിരയ്ക്കും ബുദ്ധിയുള്ളത്, ഹിമാറിന് ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞു. കാരണം ഹിമാറിനെ പിണക്കിയാൽ ഹിമാറിന്റെ പുറത്തിരിക്കുന്ന ആളിന് തറയുണ്ട്. അപ്പൊ ഹിമാറിന് ബുദ്ധിയുണ്ട്. ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യന്മാര് കൽബിനൊക്കെ ബുദ്ധിയുണ്ടെന്ന് പറയില്ലേ. കൽബല്ലേ ഇപ്പം കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലിൽ ആക്കൽ എന്ന് പറഞ്ഞാൽ അത് ഗ്രമറ്റിക്കൽ യൂസേജ് ആണ്. ആക്കൽ ഗൈറ ആക്കൽ എന്നൊക്കെ പറഞ്ഞു. ആക്കൽ ഗൈറ ആക്കൽ എന്ന് പറയുന്നത് ഗ്രമറ്റിക്കൽ യൂസേജ് ആണ്. അക്കല എന്നല്ലേ പറഞ്ഞു ഉസ്താദെ? അക്കല അല്ല, അക്കല എന്ന് പറഞ്ഞാൽ തിന്നു. അക്കല യാക്കലു. അതല്ല, ആക്കില. അയിന് 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 അക്കല യാക്കലു. അതിന് ആക്കൽ. ഇല്ലൽ ആക്കലൂൻ. ബുദ്ധിയുള്ളവരല്ലാതെ ഗ്രഹിക്കില്ല. ഞാൻ പള്ളി പോണ്ടേ. ഓക്കെ, അപ്പോ മനുഷ്യന്മാരായതിന് എന്ത് പറയും? അസ്മാഉൽ ഇഷാറ ലിൽ ഖരീബ് ലിൽ ആഖിൽ. മനുഷ്യന്മാർക്കാണെങ്കിൽ ഹാദാ ത്വാലിബുൻ ഹഉലാഇ തുല്ലാബുൻ, ഹാദിഹി ത്വാലിബത്തുൻ ഹഉലാഇ ത്വാലിബാത്തുൻ. മനുഷ്യന്മാർക്കാണെങ്കിൽ എന്ത് ചെയ്യണം? ഹഉലാഇ ഉപയോഗിക്കാം. ലിൽ ആഖിൽ ദൂരെയുള്ളതാണെങ്കിൽ അസ്മാഉൽ ഇഷാറ ലിൽ ബഈദ്, ദൂരെയാണെങ്കിൽ ദാലിക ത്വാലിബുൻ ഉലൈക തുല്ലാബ്, തിൽക ത്വാലിബത്തുൻ ഉലൈക ത്വാലിബാത്തുൻ. ഏതാണ് മനുഷ്യന്മാർക്ക്? അസ്മാഉൽ ഇഷാറത്തി ലിൽ ഖരീബ് ലിഗൈരിൽ ആഖിൽ, മനുഷ്യന്മാരല്ലാത്തവർക്ക് ഹദാ ബൈത്തുൻ ഹാദിഹി ബുയൂത്തുൻ ഹാദിഹി സയ്യാറത്തുൻ ഹാദിഹി സയ്യാറാത്തുൻ. അതേപോലെ ദാലിക ബൈത്തുൻ തിൽക ബുയൂത്തുൻ തിൽക സയ്യാറത്തുൻ തിൽക സയ്യാറാത്തുൻ. ഓക്കെ, അപ്പൊ നമ്മൾ കറക്റ്റ് സമയത്ത് ഒരു പാഠം ഭംഗിയായിട്ട് തീർന്നു. ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നാണ് കറക്റ്റ് ആയത് തീർന്നത്. എന്നാണ് കറക്റ്റ് ആയത്. ഉസ്താദെ, ഒരു കാര്യം, ഒരു 5 മിനിറ്റ് വിളിക്കാൻ സൗകര്യപ്പെടുമോ? സാറ് വിളിച്ചപ്പോ ഞാൻ എന്തോ ഒരു തിരക്കിലായിരുന്നു. രാവിലെ ക്ലാസ്സിലായിരുന്നു ഞാൻ. സാറ് വിളിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിലായിരുന്നു. തിരിച്ചു വിളിക്കാൻ പറ്റില്ല. ഞാൻ രാവിലെ വിളിച്ചാ പോരെ? മതി, രാവിലെ വിളിച്ചാലല്ലേ. ഞാൻ വിളിച്ചോളാം, രാവിലെ വിളിച്ചോളാം. ഞാൻ വിളിക്കാം. രാവിലെ വിളിക്കാം. നാളെ ആകുമ്പോൾ രാവിലെ കുഴപ്പമില്ല. ട്യൂസ്ഡേ തേഴ്സ്ഡേ രാവിലെ എപ്പോഴും വിളിക്കാം. സുബഹി കഴിഞ്ഞ് വിളിച്ചാൽ ഇൻഷാ അല്ലാ ഞാൻ വിളിച്ചോളാം. അപ്പൊ ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. ആദ്യത്തെ ഒന്നും കൂടി ഒന്ന് പറയാം. ഞാനൊരു മരണം കാരനെ ഇത്തിരി ലേറ്റ് ആയി. സാറിന്റെ മെസ്സേജ് ഞാൻ കേട്ടത്. സാറ് മെസ്സേജ് ഇട്ട സമയത്ത് ആ സമയത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ സമയത്താണ് സാർ വന്നത്. അപ്പൊ ഇത് നമ്മള് ഖുർആനിൽ വായിച്ചാല് മനസ്സിലാക്കി. അവിടെ വജിഹാണ് പറഞ്ഞത്.
ഖാശിആത്തുൻ എന്നല്ല പറഞ്ഞത്, ഖാശിആത്തുൻ എന്നാ പറഞ്ഞത്. ആഷിയത്തൻ. യൂഹും യൗമഇദിൻ ഖാശിആത്തുൻ ആമിലത്തുൻ നാസിബത്തുൻ തസ്ലാ നാറൻ ഹാമിയത്തൻ നാറൻ ഹാമിയത്തൻ. അത് ഏകവചനമാണ്. തസ്ലാ നാറൻ ഹാമിയത്തൻ. പിന്നെന്താ? ഫിഹാ ഐനുൻ ജാരിയത്തുൻ. ഫിഹാ ഐനുൻ ജാരിയത്തുൻ. അപ്പൊ അവിടെ എന്താണ്? അതിന് ഏകവചനമാണ്, അതിന് അരുവിയാണ് കേട്ടോ. അതിനും ജാരിയത്തുൻ. ഫിഹ ഐനുൻ ജാരിയത്തുൻ ഫിഹ സുറുറുൻ. അവിടെ ബഹുവചനം. മർഫൂഅത്തുൻ സ്ത്രീലിംഗ ഏകവചനം. സുറുൻ മർഫൂഅത്തുൻ. ജീവനില്ലാത്തത് കൊണ്ട്. സുറുറുൻ ജീവനില്ലാത്തത് കൊണ്ട്. അപ്പൊ കൽബിനോ? അല്ല, ജീവനല്ല, ബുദ്ധി, സോറി, ചിന്താശക്തി, ബുദ്ധി ഉപയോഗിക്കണ്ട കേട്ടോ. കാരണം ഇപ്പോഴത്തെ നായകർക്ക് ഭയങ്കര ബുദ്ധിയാണ്. ചിന്താശക്തി. വേഗം ചിന്തിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. കുറ്റവാളി എങ്ങോട്ട് പോയെന്ന് ചിന്തിച്ചിട്ടല്ലേ കണ്ടുപിടിക്കുന്നത്. ആനെ ചിന്തിച്ചിട്ടാണ് അതിന്റെ ശത്രുവിനെ കണ്ടെത്തിയിട്ട് ആനെ എപ്പോഴെങ്കിലും പ്രതികാരം തീറ്റിയിരിക്കും. എനിവേ, ആക്കല് എന്ന് പറയുന്നത് ഗ്രമറ്റിക്കൽ യൂസേജ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പറയുമ്പോൾ മനുഷ്യന്മാരെ അല്ലാത്തവരെന്ന് പറഞ്ഞു പഠിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും എളുപ്പമായിരിക്കും. അതേപോലെ ഫിഹ സുറുൻ മർഫൂഅത്തുൻ വ അക്വാബുൻ. കൂബിന്റെ ബഹുവചനമാണ് അക്വാബ്. അക്വാബുൻ മൗദൂഅത്തുൻ ഏകവചനം. അക്വാബുൻ മൗദൂഅത്തുൻ. പിന്നെ നമാരിഖു ബഹുവചനം. മസാജിദ് പാറ്റേണിൽ ഒരു നമ്മളുള്ളത്. മസ്ഫൂഫത്തുൻ സ്ത്രീലിംഗ ഏകവചനം. നമാരിഖു മസ്ഫൂഫത്തുൻ. സറാബിയു. സറാബിയു നേരത്തെ പറഞ്ഞ പാറ്റേൺ ആണ്. സറാബിയു വരെ നമ്മെ വന്നിട്ടുള്ളൂ. മബ്സൂസത്തുൻ ഏകവചനം. സറാബിയു മബ്സൂസ. പിന്നെന്താ? അതേപോലെ ഇതല്ലേ അപ്പൊ അതേപോലെ ഖുർആൻ വായിച്ചു നോക്കിയാൽ ഒരുപാട് വാക്കുകൾ നമുക്ക് അങ്ങനെ കിട്ടും. നമ്മൾ കണ്ടെത്തിയിട്ട് ഗ്രൂപ്പിൽ ഇട്ടാൽ അത് ഒരു അഡീഷണൽ വർക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. റിസർച്ച് നടക്കാം. നമ്മൾ വർക്ക് ചെയ്ത് പഠിച്ചാൽ എപ്പോഴും ആ പഠിച്ച ഭാഗം നമ്മൾ പിന്നെ ഒരിക്കലും മറക്കില്ല, ജീവിതത്തിൽ ഒരിക്കലും മറക്കും. ഓക്കെ, നമ്മൾ അസൈൻമെന്റ് എഴുത്ത് ഇവിടം വരെയായി. അസൈൻമെന്റ് കിട്ടുന്നുണ്ടോ? പുതിയ കഴിഞ്ഞ പാഠം വരെ. ഇപ്പോഴും കഴിഞ്ഞ പാഠത്ത് നിൽക്കുകയാണ്. അല്ല, അത് കഴിഞ്ഞ പാഠം കംപ്ലീറ്റ് ആയി. കഴിഞ്ഞു. ഇതുവരെ കഴിഞ്ഞു. 15 കംപ്ലീറ്റ് ആയി. കഴിഞ്ഞു. 15 കംപ്ലീറ്റ് ആയി. അപ്പൊ ഇനി 16ാമത്തെ ഈ പാഠത്തിന്റെ എക്സർസൈസ് ആണ് എഴുതുക. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സാധിക്കുന്ന അത്രയും വർക്ക് ചെയ്യുക. ഇതുപോലത്തെ അതൊക്കെ സംഗതിയൊക്കെ എന്താ ഖുറാനിൽ നിന്ന് കണ്ടെത്തുക. ബഹുവചനം സ്ത്രീലിംഗ ഏകവചനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ ഖുറാനും മനസ്സിലാവും. ഖുറാൻ നമ്മളെ പരമ്പരാഗതമായുള്ള വായന നമ്മൾ ഒഴിവാക്കും. അപ്പൊ ഖുറാന് വേണ്ടി ചെലവഴിക്കുന്ന സമയമെല്ലാം 1 × 700 ടൈംസ് ആണ്. 1ന് 700 ഇരട്ടി പ്രതിഫലമാണ് കിട്ടുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. അതിന് വേണ്ടി ചെലവഴിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോ ഇവിടെ സെക്കൻഡാണ് കണക്കാക്കുക. അള്ളാന്റെ അടുക്കൽ പല പല കണക്കുകളാണ്. അള്ളാന്റെ അടുക്കൽ നമ്മളെ കണക്ക് പോലെ ഒന്നുമില്ല. അള്ളാന്റെ അടുക്കൽ വേറെ രീതിയിലുള്ള കണക്കുകളാണ്. അപ്പൊ നമ്മൾ 1 സെക്കൻഡ് ഉപയോഗിച്ചാൽ 700 സെക്കൻഡ് ഉപയോഗിക്കുന്ന ഫലം കിട്ടും. എന്നാലും നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഖുർആൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ 1 മുതൽ 3 വരെ പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഖുർആൻ ഭംഗിയായിട്ട് മനസ്സിലാവും. ഇതുവരെ ഈ ഉസ്താദന്മാരൊന്നും ഞങ്ങൾക്കൊന്നും പറഞ്ഞു തന്നില്ലല്ലോ എന്ന് നിങ്ങൾ പരിഗണിക്കും. ഓക്കെ, വേറെ സംശയങ്ങളൊന്നുമില്ല. എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്തുക. അതേപോലെ ഒരു നമ്മ മാത്രമുള്ള മസാജിദ് പാറ്റേണിലുള്ള പദങ്ങൾ കണ്ടെത്തുക. മസാജിദ് പാറ്റേണിലുള്ള പദങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഓരോ പാറ്റേണിലുള്ളത്, ഓരോ ബ്രോക്കൺ പ്ലോറൽസ്, ഓരോ പാറ്റേൺ ഉള്ളത് ഓരോ പേജിൽ എഴുതിയിട്ട് ഗ്രൂപ്പിലിടുക.
ഇതും ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാ. അപ്പോ എക്സസൈസ് തരുന്ന ആളും ഞെട്ടും. നമ്മൾ കൊടുക്കാത്ത എക്സസൈസും അവരെഴുതിയിടുന്നു. അപ്പോ ഖുർആനും അതിന്റെ ഭാഷയും ആഴത്തിൽ പഠിക്കാനും അതിനു വേണ്ടിയുള്ള പ്രതിഫലം അത് കരസ്ഥമാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ആഴത്തിൽ അറിഞ്ഞ് പാരായണം ചെയ്യുന്നതിന് എവിടെയാണ്? ഖുർആൻ ആഴത്തിൽ അറിഞ്ഞ് പാരായണം ചെയ്യുന്നതിന് എവിടെയായിരിക്കും? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലായിരുന്നു? മലക്കുകളോടൊപ്പമായിരിക്കും. അല്ലദീ യഖ്റഉ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആൻ കൈകാര്യം ചെയ്യുന്നത്, ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ബി ഐദി സഫറത്തിൻ, അത് സന്ദേശവാഹകരുടെ കൈകളിലാണ്. കിറാമിൻ ബററ, ആ സന്ദേശവാഹകർ പുണ്യവാന്മാരും ആദരണീയന്മാരും എന്ന് സൂറത്ത് അബസിൽ പറഞ്ഞു. ആ പദം ഉപയോഗിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി, ഖുർആനിൽ അവഗാഹം നേടിക്കൊണ്ട് വായിക്കുന്നവൻ മഅസ് സഫറത്തിൽ കിറാമിൽ ബററ, ആദരണീയരും പുണ്യവാന്മാരുമായ ഖുർആന്റെ വാഹകരോടൊപ്പമായിരിക്കും. അവരെ കൂട്ടത്തിൽ എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ഹസന വഫിൽ ആഖിറതി ഖിനാ അദാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. الى اللقاء باذن الله والسلام عليكم ورحمه الله وبركاته. عليكم السلام ورحمة الله. وعليكم السلام.